Hi dears, welcome to Study Chips. Class 7 Maths Chapter 13% ശതമാനം ഇതിൻ്റെ പാർട്ട് 1 നമ്മൾ മുന്നേ അപ്ലോഡ് ചെയ്തതാണ്. ഇനി അതിൻ്റെ രണ്ടാം ഭാഗം പേജ് നമ്പർ 184 എക്സസൈസ് പ്രോബ്ലംസ് ആണ് ഇന്ന് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഓഫ് ദി 50 ടീച്ചേഴ്സ് ഇൻ എ സ്കൂൾ 80% ആർ വുമൺ. ഹൗ മെനി ഫീമെയിൽ ടീച്ചേഴ്സ് ആർ ദർ ഇൻ ദി സ്കൂൾ? ഒരു സ്കൂളിലെ 50 അധ്യാപകരിൽ 80% 80% സ്ത്രീകളാണ്. 50 ടീച്ചേഴ്സിലെ 50 അധ്യാപകരിൽ 80% സ്ത്രീകളാണ്. ഹൗ മെനി ഫീമെയിൽ ടീച്ചേഴ്സ് ആർ ദർ ഇൻ ദി സ്കൂൾ? അങ്ങനെയാണെങ്കിൽ ആ സ്കൂളിൽ എത്ര അധ്യാപകരുണ്ട്, ഫീമെയിൽ ടീച്ചേഴ്സ് എത്ര ഉണ്ടല്ലേ, സ്ത്രീകൾ എത്ര ഉണ്ട് എന്നാണ് ചോദിച്ചത്. അപ്പോൾ ടോട്ടൽ 50 ടീച്ചേഴ്സ് ഉണ്ട്, അതിൻ്റെ 80% ആണ് വുമൺ ഉള്ളത് അല്ലേ. അപ്പോൾ 50 ടീച്ചേഴ്സിൻ്റെ 80% കണ്ടാതില്ലേ, പെർസെൻറ്റേജ് ഒഴിവാക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ബൈ 100 അല്ലേ, 80/100 അല്ലേ, 50 × 80/100 കണ്ടാൽ മതി. അല്ല, 50 ടീച്ചേഴ്സാണ് ടോട്ടൽ ഉള്ളത് ഒരു സ്കൂളിൽ, അതിൽ 80% സ്ത്രീകളുള്ളത് അല്ലേ, വുമൺ ഉള്ളത്. അപ്പോൾ എത്രയാണ് വുമൺ ടീച്ചേഴ്സ്, ഫീമെയിൽ ടീച്ചേഴ്സ് എത്രയാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ 50 ടീച്ചേഴ്സിൻ്റെ 80% എന്താണ്, സ്ത്രീകളാണ് അല്ലേ. അപ്പോൾ 50ൻ്റെ 80% കാണാം അല്ലേ, 50 × 80% എന്ന് പറഞ്ഞാൽ 80/100 അല്ലേ, പെർസെൻറ്റേജ് കാണാനല്ലേ, ശതമാനം കാണാൻ എന്താണ്, ബൈ 100 ആണ് അല്ലേ. 80% എന്ന് പറഞ്ഞാൽ 80/100 ആണ് അല്ലേ. അപ്പോൾ 50 ടീച്ചേഴ്സിൻ്റെ 80% എന്ന് പറഞ്ഞാൽ 50 × 80/100. അപ്പോൾ ഇവിടെ ഒരു 0 വെട്ടാം, ഇവിടെ ഒരു 0, മുകളിൽ ഒരു 0, താഴെ ഒരു 0 വെട്ടാം. ബാക്കി 5 × 8 അല്ലേ, 5×8 40 അല്ലേ. 8/1 എന്താണ്, 8 തന്നെയാണ്. അപ്പോൾ 5 × 8 എത്രയാണ്, 40. അപ്പോൾ സ്ത്രീകളുടെ എണ്ണം എത്രയാണ്, അപ്പോൾ 40 അല്ലേ. ഫീമെയിൽ ടീച്ചേഴ്സിൻ്റെ എണ്ണം 40 അല്ലേ. 50ൻ്റെ 80% ആണ് സ്ത്രീകളെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 80% കാണുക. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി. സെക്കൻഡ് ക്വസ്റ്റ്യൻ, 1450 persons വോട്ടഡ് ഇൻ ആൻ ഇലക്ഷൻ കണ്ടസ്റ്റഡ് ബൈ 2 persons. രണ്ടാളുകൾ മത്സരിച്ച, 2 പേർ മത്സരിച്ച ഒരു തിരഞ്ഞെടുപ്പിൽ 1450 പേർ വോട്ട് ചെയ്തു അല്ലേ. 1450 ആൾക്കാരാണ് വോട്ട് ചെയ്തത്, 2 ആളുകളാണ് മത്സരിച്ചത് അല്ലേ. കണ്ടസ്റ്റഡ് ബൈ 2 persons. ദി വിന്നർ ഗോട്ട് 52% ഓഫ് ദി വോട്ട്സ് അല്ലേ. വോട്ടുകളുടെ 52% വിന്നറിനില്ലേ, വിജയിക്ക് കിട്ടിയത്. ജയിച്ച സ്ഥാനാർത്ഥിക്ക് 52% വോട്ടുകൾ കിട്ടി അല്ലേ. വിന്നറിന് 52% ആണ് ഇതിൻ്റെ വോട്ടിൻ്റെ 52% വിന്നറിന് കിട്ടിയിട്ടാണ് വിന്നർ ജയിച്ചത് അല്ലേ. വിജയിക്ക് കിട്ടിയത് അതിൻ്റെ 52 അല്ലേ. ആകെ എത്ര വോട്ടുള്ളത്, 1450ൻ്റെ 52% വിന്നർക്ക് കിട്ടിയത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി വോട്ട്സ് ഡിഡ് ഹി ഗെറ്റ്? ജയിച്ച ആൾക്ക് എത്ര വോട്ട് കിട്ടി അല്ലേ. ഈ വിന്നറിന് എത്ര വോട്ടാണ് കിട്ടിയത് എന്നാണ് ഫസ്റ്റ് ചോദിച്ചത് അല്ലേ. അപ്പോൾ വിന്നറിന് എത്രയാണ്, 52% ആണ്. ആകെ വോട്ടിൻ്റെ 52% വിന്നർക്ക് കിട്ടിയത്, ജയിച്ച ആൾക്ക്. അപ്പോൾ ജയിച്ച ആൾക്ക് എത്ര വോട്ട് കിട്ടിയെന്ന് കാണാൻ എന്താണ്, 1450ൻ്റെ 52% കാണുക. അപ്പോൾ 1450ൻ്റെ 52% ആണ് എന്ത്, വിന്നർക്ക് കിട്ടിയത്, വിജയിക്ക് കിട്ടിയത്. അപ്പോൾ 1450ൻ്റെ 52 52% എന്ന് പറഞ്ഞാൽ 52/100 അല്ലേ. പെർസെൻറ്റ് കാണാൻ നമ്മൾ എന്താണ്, ബൈ 100 ആണ് ചെയ്യേണ്ടത്. 52% അല്ലേ, 52/100. നമുക്ക് എത്ര 0 ഉണ്ട്, ഇവിടെ ഒരു 0, ഇവിടെ ഒരു 0 ക്യാൻസൽ ചെയ്യാം. പിന്നെ ഇവിടെ ഒരു 0 ഉണ്ട്, മുകളിൽ 0 ഇല്ല. നമുക്ക് ഇത്ര ക്യാൻസൽ ചെയ്യാൻ പറ്റുള്ളൂ, മുകളിലുള്ള അതേ എണ്ണം താഴെയും ക്യാൻസൽ ചെയ്യാം. അപ്പോൾ 145 × 52 എത്രയാണ്, 145 × 52 എത്രയാണ്, 754 അല്ലേ. അപ്പോൾ ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 145 × 52 അല്ലേ, ഗുണിച്ച് നോക്കുക. ഗുണിക്കുമ്പോൾ നമുക്ക് 7540 എന്ന് കിട്ടി. ബൈ എന്തുണ്ട്, ബൈ 10 ഉണ്ടല്ലേ. ഇവിടെ നമ്മൾ എപ്പോഴും ഒരു 0 കട്ട് ചെയ്തിട്ട് നമുക്ക് ബൈ 1 ഉണ്ടാവുള്ളൂ. ബൈ 1 എന്ന് പറഞ്ഞാൽ ആ നമ്പർ തന്നെയാണ്. ഇവിടെ ബൈ 10 ഉണ്ട്. അപ്പോൾ ഡിവൈഡഡ് ബൈ 10. അപ്പോൾ ഇവിടെ 10ൽ നമുക്ക് മുകളിലൊരു 0യും താഴെ ഒരു 0 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ 754 എന്ന് കിട്ടിയല്ലേ ആൻസർ. 754 754 എന്ന് നമുക്ക് ആൻസർ കിട്ടി. ഇതിലുള്ള സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്, ബൈ ഹൗ മെനി വോട്ട്സ് ഡിഡ് ഹി വിൻ? എത്ര വോട്ടിനാണ് അദ്ദേഹം ജയിച്ചത് അല്ലേ, വിജയിച്ചത് എത്ര വോട്ടിനാണ്, വിൻ ചെയ്തത് എത്ര വോട്ടിനാണ്. അപ്പോൾ നമുക്ക് എന്തറിയണം അല്ലേ, മറ്റേ ആളുടെ 2 ആൾക്കാരുണ്ട്, വിജയിച്ച ആളുടെ വോട്ട് നമുക്ക് കിട്ടി. ഇനി തോറ്റ ആളില്ലേ, മറ്റേ ആളുടെ മറ്റേ പേഴ്സൺ അല്ലേ, അതർ പേഴ്സൻ്റെ വോട്ട് കൂടി നമുക്ക് കിട്ടണം. എത്ര ടോട്ടലിൽ നിന്ന് വിജയിച്ച ആളിൻ്റെത് കിട്ടി. അപ്പോൾ അത് മൈനസ് ചെയ്താൽ ബാക്കിയുള്ള ആളുടേത് കിട്ടിയില്ലേ. മറ്റേ ആളുടേത് കിട്ടിയാൽ എത്ര വോട്ട് അധികമാണ് ഈ വിജയിച്ചാൾക്ക് കിട്ടിയതെന്ന് നമുക്ക് കാണാൻ കഴിയില്ല. അതിന് സബ്സ്ട്രാക്ട് ചെയ്താൽ മതി, മൈനസ് ചെയ്താൽ മതി. സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ, നമ്പർ ഓഫ് വോട്ട്സ് ഗോട്ട് ഫോർ അതർ കണ്ടസ്റ്റൻറ്റ് അല്ലേ. മറ്റേ ആൾക്ക് അല്ലേ 2 ആളുകളാണ് മത്സരിച്ചത്. അപ്പോൾ വിന്നറിൻ്റെതാണ് നമ്മൾ കണ്ടുപിടിച്ചത്. അപ്പോൾ എത്ര വോട്ടിനാണ് ജയിച്ചതെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ മറ്റേ ആളുടെ വോട്ടും കിട്ടണം, എന്നാലും എത്ര വോട്ടിനാണ് ജയിച്ചതെന്ന് അറിയാൻ കഴിയുള്ളൂ. അടുത്ത ആളുടെ സെക്കൻഡ് പേഴ്സൻ്റെ വോട്ട് ഇല്ലേ, വോട്ടുകളുടെ എണ്ണം എത്രയാണ്, 1450 വോട്ടാണ് ടോട്ടൽ ഉള്ളത് അല്ലേ. ആകെ വോട്ടിൽ നിന്നും നമുക്ക് വിന്നറിൻ്റെ വോട്ട് മൈനസ് ചെയ്യാം. വിന്നറിൻ്റെ വോട്ട് എത്രയാണ് കിട്ടിയത്, 754 അല്ലേ. വിന്നറിൻ്റെ വോട്ടാണ് നമ്മൾ ഫസ്റ്റ് കണ്ടത്, അത് എത്രയാണ് കിട്ടിയത്, 754. ഈ ടോട്ടലിന് 754 മൈനസ് ചെയ്താൽ എത്ര കിട്ടും, സബ്സ്ട്രാക്ട് ചെയ്ത് കുറച്ച് നോക്കുമ്പോൾ 696 എന്ന് കിട്ടും. ഡിഫറൻസ് ഓഫ് വോട്ട് അല്ലേ, എത്ര വോട്ടിനാണ് ഡിഫറൻസ് ഉള്ളത്. അപ്പോൾ നമ്മളെ വിജയിച്ച ആളെ വോട്ട് എത്രയാണ്, 754 മൈനസ് ബാക്കി തോറ്റ ആളെ വോട്ട് എത്രയാണ്, 696 അല്ലേ. ഇത് സബ്സ്ട്രാക്ട് ചെയ്താൽ മൈനസ് ചെയ്താൽ എത്ര കിട്ടും, 58 58 എന്ന് കിട്ടി. സോ വിന്നർ ഗോട്ട് 58 വോട്ട്സ് ദാൻ അതർ കണ്ടസ്റ്റൻറ്റ്. മറ്റേ മത്സരാർത്ഥിയേക്കാളും 58 വോട്ട് അധികം കിട്ടിയിട്ടുണ്ട് വിന്നറിന്, വിജയിക്ക് 58 വോട്ട് മറ്റേ മത്സരാർത്ഥിയേക്കാളും അധികം കിട്ടിയിട്ടുണ്ട്. മലയാളത്തിൽ ഞാൻ പറയുന്നുണ്ട്, ഇംഗ്ലീഷിലാണ് ടൈപ്പ് ചെയ്തതെങ്കിൽ നിങ്ങൾ കേട്ടിട്ട് ചെയ്തുകളെ. മലയാളം ഇല്ല മിസ്സേ എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് കുറേ കാണാറുണ്ടല്ലേ. മലയാളം എല്ലാത്തിൻ്റെത് ഞാൻ പറയുന്നുണ്ട്, ക്വസ്റ്റ്യൻ ഇവിടെ കാണിക്കുന്നുണ്ട്. രണ്ടുകൂടി എഴുതാനുള്ള സ്പേസ് ഒരു പേജിൽ ഉണ്ടാവില്ല, അതുകൊണ്ടാണ് രണ്ടുകൂടി എഴുതാത്തത്. അപ്പോൾ മലയാളം പറയുന്നത് നിങ്ങൾക്ക് അതുപോലെ എഴുതാൻ കഴിയില്ലേ. പിന്നെ ഇതെല്ലാം മാത്സ് ആണല്ലേ, ഈ മാത്സ് ആയിട്ടുള്ള ഈ ഉത്തരം കിട്ടിയാൽ മതിയില്ലേ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. സോ വിന്നർ ഗോട്ട് 58 വോട്ട്സ് അതർ ദാൻ
കണ്ടസ്റ്റൻറ്റിനേക്കാൾ 58 വോട്ടാണ് അധികം കിട്ടിയതില്ലേ, എത്ര വോട്ടിനാണ് വിജയിച്ചത്. അപ്പോൾ തോറ്റ ആളുടെ വോട്ട് നമുക്ക് കിട്ടണം. അപ്പോൾ അതൊന്നുമില്ല, വിന്നറിന് കിട്ടിയ വോട്ട് നമുക്ക് മൈനസ് ചെയ്താൽ എത്ര വോട്ടിനാണ് വിജയിച്ചതിൽ എത്ര വോട്ട് അധികം കിട്ടിയിട്ടുണ്ടെന്ന് നമുക്ക് കാണാൻ കഴിയും. നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ. 1200 kids took an exam and 65% of them got A grade. How many are they? 1200 പേര് എഴുതിയ ഒരു പരീക്ഷയിൽ 65 പേർക്ക് എ ഗ്രേഡ് കിട്ടി. എ ഗ്രേഡ് 65%, 65% ആളുകൾക്കാണ് എ ഗ്രേഡ് കിട്ടിയത്. 1200 കിഡ്സ് എഴുതിയ ഒരു എക്സാമിൽ. ഹൗ മെനി ആർ ദേ, അവർ എത്ര പേരാണുള്ളത് എന്നാണ് ചോദിച്ചത്. എത്ര പേർക്കാണ് കിട്ടിയതിൽ 1200 കിഡ്സിൽ 65% ആൾക്കാർക്കില്ലേ 65% എ ഗ്രേഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 1200ൻ്റെ 65% പറഞ്ഞാൽ 1200 ഇൻറ്റു 65/100 പെർസെൻറ്റ് കാണാൻ നമ്മളെന്താണ് /100. 1200ൻ്റെ 65% പറഞ്ഞാൽ 1200 ഇൻറ്റു 65/100 പെർസെൻറ്റ് പോക്കാൻ /100. നമുക്ക് സീറോസ് ഒന്ന് വിടുന്നു താഴ്ന്നു മൂന്നില്ലേ ക്യാൻസൽ ചെയ്താൽ ബാക്കി എന്താ 65/1 65 തന്നെയാണ്. 12 ഇൻറ്റു 65 എത്രയാണ് 12 ഇൻറ്റു 65, അത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക, ഗുണിക്കുമ്പോൾ 780 എന്ന് കിട്ടി. അപ്പോൾ 780 ആളുകളാണുള്ളതില്ലേ. നമ്പർ ഓഫ് കിഡ്സ് ഗോട്ട് എ ഗ്രേഡ് കിട്ടിയ കുട്ടികളുടെ എണ്ണം 780. ഫോർത്ത് ക്വസ്റ്റ്യൻ. ദർ ആർ 32 കോക്കനട്ട് പാംസ് ഇൻ എ കോമ്പൗണ്ട്. അല്ലെ ഒരു കോമ്പൗണ്ടിൽ, ഒരു പുരയിടത്തിൽ, നമ്മുടെ മുറ്റത്തിൽ എന്താണ് 32 തെങ്ങുണ്ട്. അല്ലെ ഒരു കോമ്പൗണ്ടിൽ 32 മരങ്ങളുണ്ട്. എന്ത് കോക്കനട്ട് പാംസ് ഉണ്ട്, തെങ്ങുണ്ട്. ദിസ് ഈസ് 50% ഓഫ് ദി ടോട്ടൽ നമ്പർ ഓഫ് ട്രീസ് ഇൻ ദി കോമ്പൗണ്ട്. ഇത് ആകെയുള്ള മരങ്ങളുടെ 50% അല്ലേ. ആകെ ടോട്ടൽ ട്രീസിൻ്റെ 50% ആണ് ഈ 32 കോക്കനട്ട് പാം എന്ന് പറയുന്നത്. വാട്ട് ഈസ് ദി ടോട്ടൽ നമ്പർ ഓഫ് ട്രീസ്? അങ്ങനെയാണെങ്കിൽ ആകെ എത്ര മരങ്ങളുണ്ട് അല്ലേ. ടോട്ടൽ നമ്പർ ഓഫ് ട്രീസ് അല്ലേ, മരങ്ങളുടെ ആകെ എത്ര മരങ്ങളുണ്ട് എന്നാണ് ചോദിച്ചത്. കണ്ടുപിടിക്കുന്ന ടോട്ടൽ നമ്പർ ഓഫ് ട്രീസ് ആണ് കാണേണ്ടത് അല്ലേ. ആകെയുള്ള മരങ്ങളുടെ എണ്ണമാണ് കാണുന്നത്. അത് പറഞ്ഞാൽ എന്താണ്, ദിസ് ഈസ് 50% ഓഫ് ദി ടോട്ടൽ നമ്പർ ഓഫ് ട്രീസ് അല്ലേ. ഇത് ആകെയുള്ള മരങ്ങളുടെ 50% ആണ് ഈ 32 എന്ന് പറയുന്നത്. ഈ സ്ഥലത്തുള്ള തെങ്ങിൻ്റെ എണ്ണം 32 ആണ്. അത് എന്ന് പറഞ്ഞാൽ എന്താണ്, ആകെയുള്ളതിൻ്റെ 50% ആണ് ഈ 32 എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ആകെയുള്ളത് നമുക്കറിയില്ല, അതാണ് കണ്ടുപിടിക്കേണ്ടത്. ആകെയുള്ള മരങ്ങളുടെ 50% ആണ് എന്ത് ഈ 32 കോക്കനട്ട് പാംസിലെ 32 തെങ്ങ് എന്ന് പറയുന്നത്. നമ്പർ ഓഫ് കോക്കനട്ട് പാംസ് അല്ലേ. കോക്കനട്ട് പാംസിൻ്റെ എണ്ണം ഈ 32 എന്ന് പറയുന്നത് എന്താണ്, ടോട്ടൽ നമ്പർ ഓഫ് ട്രീസിൻ്റെ 50% ആണല്ലേ, 50% ആണല്ലേ ടോട്ടൽ നമ്പർ ഓഫ് ട്രീസ്. ആകെയുള്ള മരങ്ങളുടെ 50%. 50% എന്ന് പറഞ്ഞാൽ 50/100 അല്ലേ. പെർസെൻറ്റേജ് കാണാൻ /100 അല്ലേ, 50% അല്ലേ. അപ്പോൾ ശതമാനം കാണാൻ 50/100 ആണ് അല്ലേ. അപ്പം ഇത് ആകെയുള്ള മരങ്ങളുടെ 50% ആണ് ഈ 32 അല്ലേ. ഈ മരങ്ങളുടെ ഈ തെങ്ങിൻ്റെ എണ്ണം ഇവിടെ തന്നത്, കോക്കനട്ട് പാംസിൻ്റെ എണ്ണം. ഇപ്പോൾ ഈ 32. അപ്പോൾ ഇതിൽ നമുക്ക് എന്താ കാണാൻ പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ട്രീസ്, ആകെ മരങ്ങളുടെ എണ്ണമാണ് കാണേണ്ടത്. ഇവിടെ കിടക്കുന്ന ഇയാളെയാണ് കാണേണ്ടത്. അപ്പോൾ അയാൾ അവിടെ ഈക്വൽ പാർട്ടിൻ്റെ ഇവിടെയുള്ള ഇവനെ ഇവിടെ വെക്കുക, ബാക്കിയുള്ള ഇതിനൊക്കെ ഇതിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുക. അപ്പോൾ നമുക്ക് ഇവിടെ ഉള്ളവനെ കിട്ടിയില്ലേ. അപ്പോൾ ഇവനെ ഇവിടേക്ക് കൊണ്ടുപോകുമ്പോൾ എന്ത് വരും, ഇവിടെ ഇൻറ്റു എന്നുള്ളത് ഈക്വൽ പാർട്ടിൻ്റെ സമത്തിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ ഡിവൈഡഡ് ആവില്ലേ, ഹരിക്കണം എന്നുള്ളത് ഈ താഴെ ഉള്ളത് ഡിവൈഡഡ് ഉള്ളത് ഈക്വൽ പാർട്ടിൻ്റെ അല്ലേ, ഇപ്പുറത്തേക്ക് ഓപ്പോസിറ്റ് ഇങ്ങോട്ടാണ് പോകുന്നതില്ല. അങ്ങോട്ട് പോകുമ്പോൾ അതെന്താവും ഇൻറ്റു ആവും അല്ലേ. ഇൻറ്റു പോകുമ്പോൾ ഡിവൈഡഡ് ആവും, വേറെ ആ സമത്തിൻ്റെ ഈക്വലിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ ഇൻറ്റു ആവും അല്ലേ. ഈക്വൽ പാർട്ടിൻ്റെ ഇവിടെ ഉള്ള അല്ലേ, ഏത് സൈഡിലുള്ള ഒരു സൈഡിൽ നിന്ന് ഒരു സൈഡിലേക്ക് പോകുമ്പോൾ ഈ സൈഡിൽ നിന്ന് ഈ സൈഡിലേക്ക് പോകുമ്പോൾ എന്താവും ഇൻറ്റു എന്താവും ഡിവൈഡഡ് ആവും, എന്താവും ഇൻറ്റു ആവും അല്ലേ. അത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറില്ലേ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുമല്ലേ. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ട്രീ അല്ലേ, നമ്മുടെ ഈക്വൽ പാർട്ട് അവിടെ വെച്ചു. ടോട്ടൽ നമ്പർ ഓഫ് ട്രീസിനെ നമുക്ക് ഇവിടെ തന്നെ വെക്കാം. ബാക്കിയുള്ളതിനൊക്കെ ഇങ്ങോട്ട് ഈക്വലിൻ്റെ ഇവിടേക്ക് കൊണ്ടുപോകാം. ഇവിടെ എന്താണ് 32 ഉണ്ടല്ലേ, 32 ഇവിടെ തന്നെ ഉണ്ട് അല്ലേ. ഈക്വൽ പാർട്ടിൻ്റെ ഇവിടെ തന്നെ ഉണ്ട്. ടോട്ടൽ നമ്പർ ഓഫ് ട്രീസ് ഇവിടെയുണ്ട്. ഈ ടോട്ടൽ നമ്പർ ഓഫ് ട്രീസിനെ നമ്മൾ ഈക്വൽ പാർട്ടിൻ്റെ ഈ സൈഡിൽ വെക്കുക. ഇവിടെ ഈ ഭാഗത്ത് ആരുണ്ട്, 32 ഉണ്ട്. ഇവരെ രണ്ടാളെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ ഇവനൊറ്റക്കായില്ലേ, ഇവനല്ലേ നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ 50നെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ എന്താവും ഡിവൈഡഡ് ആവില്ലേ, ഇൻറ്റു 50 ഇങ്ങോട്ട് വരുമ്പോൾ /50 ആവും അല്ലേ. /100 ഇങ്ങോട്ട് വരുമ്പോൾ ഇൻറ്റു 100 ആവും. അപ്പോൾ നമുക്ക് 32 ഇൻറ്റു 100 എന്ന് എഴുതാം. /50 അല്ലേ, ഇൻറ്റു 50 ഇങ്ങോട്ട് പോകുമ്പോൾ /50 എന്നാവും. ഓക്കെ, നേരെ ഓപ്പോസിറ്റ് ആവും അല്ലേ, ഈ ഭാഗത്തുനിന്ന് ഈ ഭാഗത്തേക്ക് വരികയാണ്. അപ്പോൾ ഇൻറ്റു 100/50 എന്ന് കിട്ടി. നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് ട്രീസിൽ ആകെ മരങ്ങളുടെ എണ്ണം അല്ലേ. അപ്പോൾ മലയാളക്കാർ ആകെ മരങ്ങളുടെ എണ്ണം എഴുതുക. ഞാൻ മലയാളത്തിൽ പറയുന്നില്ല എന്ന് പറയരുത്. കമൻറ്റ് ബോക്സിൽ ഫുള്ള് മലയാളം എന്ന് പറയുന്നത് കേൾക്കാം. അപ്പോൾ ഫുള്ള് മലയാളത്തിൽ പറയുന്നുണ്ട്, എഴുതുന്നില്ല എന്നുള്ളൂ. പിന്നെ മാത്സ് അല്ലേ, പ്രോബ്ലംസ് അല്ലേ, എല്ലാം കണക്കന്നല്ലേ. ഇവിടുന്ന് ഒരു 0യും ഇവിടുന്ന് ഒരു 0യും കട്ട് ചെയ്യാം. 32 ഇൻറ്റു 10 എത്രയാണ്, 32 ഇൻറ്റു 10 എത്രയാണ്, 32 ഇൻറ്റു 1 32 തന്നെയാണ്. ദെൻ എത്ര 0 ഉണ്ട്, ഒരു 0 ഉള്ളതില്ല, ഇൻറ്റു 10 സീറോസിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ്റെ ഈസി ആയിട്ട് നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യില്ല, അക്കങ്ങൾ 32 ഇൻറ്റു 1 32 തന്നെയാണ്. പിന്നെ ഒരു 0 ഇൻറ്റു 10 ചെയ്യേണ്ടതില്ല, 100ൽ ഒരു 0 വെട്ടിപ്പോയി. അപ്പോൾ ഇൻറ്റു 10 320/5. 320ൽ എത്ര 5 ഉണ്ട്, 64 ആണുള്ളതിൽ. 64 5ആണ് 320ലുള്ളത്. 320ൽ എത്ര 5 ഉണ്ടെന്ന് ഡിവൈഡ് ചെയ്ത് നോക്കുക. 320ൽ 64 5ആണുള്ളത്. 64 ഇൻറ്റു 5ആണ് 320. 64 5കൾ കൂടുമ്പോഴാണ് 320 കിട്ടുക. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ട്രീസ് ആകെ മരങ്ങളുടെ എണ്ണം 64 എന്ന് കിട്ടി. നമുക്ക് ഈ ഭാഗമാണ് കിട്ടേണ്ടത്. അപ്പോൾ ബാക്കിയുള്ളതിനൊക്കെ അങ്ങോട്ട് കൊണ്ടുപോയി. പറയുന്നത് മനസ്സിലായവർ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് 5th ക്വസ്റ്റ്യൻ. എ പേഴ്സൺ സ്പെൻഡ്സ് 8,400 rupees എ മന്ത് ഫോർ ഫുഡ്. ഒരാളിലെ ഒരു പേഴ്സൺ ഒരു മാസം ഭക്ഷണത്തിനായി 8,400 രൂപ ചിലവാക്കി അല്ലെ. സ്പെൻഡ് ചെയ്യുന്നത് എത്രയാണ്, 8,400 രൂപ ഒരു മാസം ചിലവാക്കുന്നുണ്ട് ഫോർ ഫുഡ്, ഭക്ഷണത്തിന് വേണ്ടി ചിലവാക്കുന്നുണ്ട്. ഇറ്റ് ഈസ് 25% ഓഫ് ഹിസ് മന്ത്ലി ഏർണിങ്സ്. മാസത്തിൽ കിട്ടുന്ന മന്ത്ലി ഏർണിങ്സിൻ്റെ 25%
ആ ഫുഡിന് വേണ്ടി ചിലവാക്കുന്ന ഈ 8400 രൂപ എന്ന് പറയുന്നത് അല്ലേ, ഇത് മാസവരുമാനത്തിൻ്റെ 25%. മാസത്തിൽ കിട്ടുന്ന മന്ത്ലി ഏണിംഗ് മാസ വരുമാനത്തിൻ്റെ 25%, 25% 25%. വാട്ട് ഈസ് ഹിസ് മന്ത്ലി ഏണിങ്സ് അയാളുടെ മാസവരുമാനം എത്രയാണ്, മന്ത്ലി മാസത്തിൽ കിട്ടുന്ന ശമ്പളം മാസത്തിൽ ഏണിങ്സ് എത്രയാണ് കിട്ടുന്നത് എന്നാണ് ചോദിച്ചത്. മാസവരുമാനം മന്ത്ലി ഏണിങ്സ് അതിൻ്റെ 25% എന്ത്, അയാൾ ഫുഡിന് വേണ്ടി ചിലവഴിക്കുന്ന 8400 എന്ന് പറയുന്നത്. ഈ 8400 ഈ മാസവരുമാനത്തിൻ്റെ മന്ത്ലി ഇൻകത്തിൻ്റെ 25%. അപ്പോൾ 25% പറഞ്ഞാൽ 25/100. അപ്പോൾ ഇതിന് നമുക്ക് മന്ത്ലി ഇൻകമാണ് കാണേണ്ടതില്ലേ, മാസവരുമാനം എത്രയാണെന്നാണ് ചോദിച്ചില്ലേ, മന്ത്ലി ഏണിങ്സ് ആണ് കാണേണ്ടത്. അപ്പോൾ ഈ പാർട്ടാണ് നമുക്ക് കാണേണ്ടത്. അത് അവിടെ വെച്ചിട്ട് ബാക്കിയുള്ളതിനൊക്കെ ഈക്വൽ പാർട്ടിൻ്റെ ആ സൈഡിലേക്ക് ഓപ്പോസിറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുക. അപ്പോൾ ഇൻറ്റു 25 എന്താവും, ബൈ ആവും. ബൈ എന്താവും, അങ്ങോട്ട് പോകുമ്പോൾ ഇൻറ്റു ആവും, നേരെ ഓപ്പോസിറ്റ് ആവും. വേണ്ടത് മന്ത്ലി ഇൻകാണ്, അത് അവിടെ വെക്കുക. ബാക്കിയുള്ളതിനൊക്കെ ഈക്വൽ പാർട്ടിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുക. മന്ത്ലി ഇൻകം ഇവിടെ തന്നെ വെക്കുക. ബാക്കി എത്രയുള്ളത് 8400 ബൈ 100 ഇങ്ങോട്ട് പോകുമ്പോൾ ഇൻറ്റു 100 ആവും. ഓക്കെ, ഇൻറ്റു 25 എന്താവും, ഇങ്ങോട്ട് പോകുമ്പോൾ ബൈ 25 ആവും ബൈ 25 ആവും. അപ്പോൾ ഇങ്ങോട്ട് പോകുമ്പോൾ ഡിവൈഡഡ് ബൈ ആയി ഇൻറ്റു 25 എന്നുള്ളത് ബൈ 25 ആയി അപ്പോൾ 100ൽ എത്ര 25 ഉണ്ട്, 25ഉം 25ഉം ആണ് 50 50ൻ്റെ നേർപകുതി എത്ര 25. അപ്പോൾ 50ൽ 2 എണ്ണം, അപ്പോൾ വീണ്ടും ഒരു 50 കൂടി കൂട്ടിയതിൽ 100, 100ൽ 4 25 ഉണ്ട് 425 ആണ് എന്ത് 100. അപ്പോൾ നമുക്ക് 8400 ഇൻറ്റു 4 എന്ന് എഴുതാം 100/25 എന്താണ് 4 ആണ്. അപ്പോൾ 8400 ഇൻറ്റു 4 എന്ന് കിട്ടിയില്ലേ, 100/25 4 100ൽ എത്ര 25 ഉള്ളത് 4 അപ്പോൾ 8400 ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ എത്രയാണ്, നമുക്ക് നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. 84 ഇൻറ്റു 4 എത്രയാണ്, 84 ഇൻറ്റു 4 എത്രയാണ്, 4 4 16 6 ബാലൻസ് 1 ശിഷ്ടം 1 8 4 എത്രയാണ്, 8 4 32 ഈ ഒന്നും കൂടി കൂട്ടുമ്പോൾ 33. അപ്പോൾ 336 എന്ന് കിട്ടി. പിന്നെ എത്ര പൂജ്യം ഉണ്ട് 2 സീറോസ് കൂടി ഉണ്ട് ആ പൂജ്യം കൂടി ഇടാം സീറോ ഉള്ളതിന് ഗുണിക്കാനല്ലേ മൾട്ടിപ്ലൈ ചെയ്യാനുള്ള ഈസി മെത്തേഡ്, നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് എത്ര സീറോ ഉണ്ടോ അതിട്ട് കൊടുക്കുക. 84 ഇൻറ്റു 4 336, ദെൻ 2 സീറോസ് ഉണ്ട് അതിട്ട് കൊടുക്കുക. റുപ്പീസിലെ RS രൂപ എന്ന് കിട്ടി. മന്ത്ലി ഇൻകം മാസവരുമാനം 33,600 രൂപ RS എന്ന് നമുക്ക് കിട്ടി. ഇത്രയും ഭാഗങ്ങൾ മനസ്സിലായവർ വീഡിയോ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇന്നൊരു കമൻറ്റായിട്ട് ഇന്ന് തന്നെ 184ലെ ക്വസ്റ്റ്യൻ വേണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് വേഗം വീഡിയോ ഇടുന്നത്. കഴിയുന്നതും ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യാൻ നോക്കാം. ഇന്നെടുത്ത വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് നാളെയാണ് അപ്ലോഡ് ചെയ്യാൻ കഴിയാറ്. അപ്പോൾ അങ്ങനെ കമൻറ്റ് ബോക്സ് വഴി വന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം വേഗം ചെയ്യാൻ നോക്കുന്നുണ്ട്. മലയാളം എന്ന് പറയുന്നവർ എന്താണ് എല്ലാം മലയാളത്തിൽ പറഞ്ഞിട്ടുണ്ട്, എഴുതിയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാൻ മറക്കല്ലേ.